കൊല്ലം പന്മന കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രത്തിൽ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി നടന്ന ദേവിയുടെ എതിരേൽപ്പ് ഭക്തിസാന്ദ്രമായി. തോറ്റംപാട്ടുമായി ബന്ധപ്പെട്ടാണ് എതിരേൽപ്പ് ചടങ്ങ്. നിരവധി ഭക്തർ താലപ്പൊലിയുമായി വാദ്യമേള ഘോഷങ്ങളോടെ ദേവിയെ എതിരേറ്റു. വൃശ്ചികോത്സവത്തിന്റെ 9ാം നാളാണ് എതിരേൽപ്പ് ചടങ്ങ്. തോറ്റംപാട്ടോടെ കാട്ടിൽ മേക്കതിൽ ദേവി ക്ഷേത്രത്തിൽ നിന്നും പൊന്മന കളങ്ങര മഹാദേവ ക്ഷേത്രത്തിലേക്ക് വാദ്യമേളഘോഷങ്ങളോടെ എതിരേൽപ്പിനായി പുറപ്പെട്ടു. തോറ്റംപാട്ടിൽ വിവാഹാനന്തരം ദേവി ഭർത്താവായ ബാലകന്റെ നാടായ വടക്കൻ കൊല്ലത്തേക്ക് കപ്പലിൽ യാത്ര ചെയ്യുന്നതും 7ാം തൃക്കല്യാണ വർണ്ണനകളുമുണ്ട്. തെക്കും കൊല്ലത്തെ ദേവിയെ വടക്കും കൊല്ലത്തെ മരുമകളായി വരവേൽക്കുന്നതാണ് ചടങ്ങ്. മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്ന് ജനിക്കുന്ന ഭഗവതി ദാരിക നിഗ്രഹത്തിന് ശേഷം മഹാദേവൻ ഭഗവതിയെ ഒരു മനുഷ്യ സ്ത്രീയായിട്ട്, ഒരു കുഞ്ഞായിട്ട് മാറ്റുകയും ഈ കുഞ്ഞിനെ തെക്കുംകൊല്ലും വാഴും മനേഹത്ത് സന്തതികളില്ലാത്ത നാരായണർക്ക് വളർത്തുമകളായിട്ട് കൊടുക്കുകയും ഈ കുഞ്ഞിനെ 7 വയസ്സാകുമ്പോഴത്തേക്ക് വടക്കുംകൊല്ലം വാഴും മനേഹത്ത് പാലകർ വിവാഹം കഴിക്കുകയും ചെയ്യും. തെക്കുംകൊല്ലത്തെ കൊച്ചു തമ്പുരാട്ടിയെ ഭഗവതി വിവാഹശേഷം കപ്പലിൽ കയറി കടൽ വഴിക്ക് വടക്കുംകൊല്ലത്തെത്തുകയും വടക്കുംകൊല്ലത്തെ മരുമകളായിട്ട് ഭഗവതിയെ പള്ളിയറയ്ക്കകത്ത് കുടിയിരിക്കുന്ന ചടങ്ങാണ് എതിരേപ്പ് പാട്ട്. വടക്കുംകൊല്ലത്തെത്തുന്ന ഭഗവതിയെ വാദ്യമേളങ്ങളോ ഓഷത്തോടുകൂടി താലപ്പൊലിയും നിലവിളക്കും അതുപോലെ തന്നെ അഷ്ടമംഗല്യത്തോടുകൂടി ഭഗവതിയെ വടക്കുംകൊല്ലം വാഴും മനേഹത്ത് പള്ളിയറയ്ക്കകത്ത് വടക്കുംകൊല്ലത്തെ മരുമകളായിട്ട് കുടിയേക്കുന്ന വിശേഷമായിട്ട് ചടങ്ങാണ് എതിരേപ്പ് പാട്ട്. തോറ്റംപാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മാലവയ്പ്പ് പാട്ടും അത് കഴിഞ്ഞിട്ട് മാലവയ്പ്പ് പാട്ട് കഴിഞ്ഞുള്ള എതിരേപ്പ് പാട്ടും. കളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ബാലികാ ബാലന്മാർ ഉൾപ്പെടെ നിരവധി പേർ താലപ്പൊലിയോടെ ദേവിയെ വരവേറ്റു. കന്നിട്ടക്കടവ് കൊട്ടാരത്തിൻ കടവ് വഴി താലപ്പൊലി ഘോഷയാത്ര കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഘോഷയാത്ര കടന്നു വന്ന കന്നിട്ടക്കടവ് മുതൽ കൊട്ടാരത്തിൻ കടവ് വരെയും കളങ്ങര ക്ഷേത്രം മുതൽ കന്നിട്ടക്കടവ് വരെയും ദീപാലങ്കാരവും കായൽപൂരം, കായൽ വിളക്ക്, കായൽ കമ്പം എന്നിവയും ഉണ്ടായിരുന്നു. ഭജന കുടിലുകളിൽ നിന്നുള്ളവർക്ക് പുറമെ നിരവധി ഭക്തർ താലപ്പൊലി ഘോഷയാത്രയിൽ പങ്കെടുത്തു. വൃശ്ചികോത്സവ ദിനങ്ങളിൽ വിപുലമായ ചടങ്ങുകളാണ് തുടർന്നു വരുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. തിരുമുടി എഴുന്നള്ളത്തുണ്ട്. അതിനുശേഷം കുരുതിയോടുകൂടി ആറാട്ടുണ്ട്. ആറാട്ടിനോടനുബന്ധിച്ച് കുരുതിയോട് ഉത്സവം സമാപിക്കുകയാണ്. വലിയ ഭക്തജന തിരക്കെന്ന് പറഞ്ഞാൽ ഈ 2 ദിവസം 11ഉം 12ഉം ഭയങ്കര തിരക്കാണ്. അന്ന് മാത്രമല്ല, ഇതിനു മുമ്പുള്ള ദിവസങ്ങളിലെല്ലാം അതേ കണക്ക് തിരക്കായിരുന്നു. അപ്പം ഈ അവസാന 2 ദിവസം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ഈ 11ഉം 12ഉം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരക്കായിരിക്കും. അന്ന് അന്യനാട്ടിലെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും അന്യദേശങ്ങളിൽ നിന്നുമൊക്കെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു നല്ല ഒരു ഇതാണ് നമുക്ക് ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച്. ആ ഒരു ഇതെന്ന് പറയുക ഭക്തജന തിരക്ക് നല്ലൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. നവംബർ 28-ന് വൃശ്ചിക പൊങ്കാലയ്ക്ക് ശേഷം തിരുമുടി ആറാട്ടോടെയാണ് ഉത്സവത്തിന് സമാപനമാകുക. ജനം, കൊല്ലം.